Hello guys, welcome back to my new video. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു മോട്ടറോളയുടെ ഒരു സ്പീക്കറാണ്. AmphiSound-X എന്ന് പറഞ്ഞിട്ടൊരു സ്പീക്കറാണ്. ഇത് നമ്മുടെ വീടിനടുത്തുള്ള ശിവേട്ടൻ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്. പുള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് സ്പീക്കർ. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞു. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് സ്പീക്കർ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. അത്യാവശ്യം സ്പീക്കറുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഇതുവരെ മലയാളത്തിൽ വേറെ ഇത് കണ്ടിട്ടില്ല. ഈ ഒരു മോട്ടറോളയുടെ ഈ ആംപിയുടെ വീഡിയോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഗവൺമെന്റ് ആണ് പിന്നെ കണ്ടിരിക്കുന്നത്. അത് 160 വാട്ട്സിൻ്റെയാണ്, ഇത് 120 വാട്ട്സിൻ്റെയാണ്. ഒരു പക്ഷേ ഇത് മലയാളത്തിലെ ഫസ്റ്റ് മോട്ടറോള വീഡിയോ ആയേക്കാം. അപ്പോൾ അധികം തെറിപ്പിക്കാതെ വീഡിയോയിലോട്ട് എടുക്കാമല്ലേ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് 120 വാട്ട്സിൻ്റെ മോട്ടറോളയുടെ പുതിയൊരു 4.0 സബ്വൂഫർ. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല സൂപ്പർ സാധനം. എനിക്ക് തോന്നുന്നു ബോട്ടിനെക്കാട്ടിയും കുറച്ചുകൂടെ ബാസിലല്ല സൗണ്ട് ക്ലാരിറ്റി കുറച്ചുകൂടി കൂടുതൽ മോട്ടറോളയുടെ ഈ ഒരു AmphiSound-X എന്ന് പറയുന്ന ഈ ഒരു സ്പീക്കർ തന്നെ ആയിരിക്കും. ഏകദേശം 4 സ്പീക്കേഴ്സാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ 8 ഇഞ്ചിൻ്റെ ഒരു സബ്വൂഫറും വരുന്നുണ്ട്. സമയങ്ങളെ നമുക്ക് റിവ്യൂയിലോട്ട് അടക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറംമോടി എന്ന് പറയുന്നത്, പുറംചട്ട എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് മോട്ടറോളയുടെ ഒരു ലോഗോ കാണാം. അതുപോലെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ പവറും അതേപോലെയുള്ള അതിൻ്റെ ഫ്യൂച്ചേഴ്സൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. 120 വാട്ട്സ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്. HDMI എനേബിൾ ചെയ്യാൻ പറ്റും. അതിന് 5.0 ആണ് ബ്ലൂടൂത്തിൻ്റെ കപ്പാസിറ്റി. ഏകദേശം 10 മീറ്ററോളം ഇതിന് യൂട്യൂബ് വലിച്ചെടുക്കാൻ പറ്റും. അതിന് ഒപ്റ്റിക്കൽ കണക്ട് ചെയ്യാൻ പറ്റും. USB, aux, FM. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് FM തന്നെയാണ്. കാരണം തീരെ ഗ്രെയിൻസ് ഇല്ലാതെ നമുക്ക് ഓഡിയോസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അതിന് നമുക്ക് ഒരുപാട് സമയം നിർമ്മിക്കാതെ ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്ന അതിൻ്റെ സ്റ്റാൻഡാണ് മേളിൽ 4. അതുപോലെ തന്നെ അതിൻ്റെ സെൻട്രലായിട്ട് റിമോട്ടും അവർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിലാണ് നമുക്ക് സബ്വൂഫർ കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ സൗണ്ട് ബാർ 2 അതിന് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലായിട്ട് 2 ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സബ്വൂഫർ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കിടക്കുന്നുണ്ട് ഓഫറിൽ. അതുപോലെ തന്നെ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എടുക്കുന്നതാണ് നമ്മുടെ സബ്വൂഫർ നല്ല സൈസ് തന്നെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറംപാളി നിർമ്മിച്ചിരിക്കുന്നത് വുഡും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും വെച്ചിട്ടാണ്. പിന്നെ ഈ പെട്ടിയിൽ വേറെ ഒന്നുമില്ല നോക്കാനായിട്ട്. പിന്നെ അതിൻ്റെ അടിയിൽ 2 തെർമോക്കോൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ കാണാം. പിന്നെ അതിൻ്റെ അടിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വോളിയം ബട്ടൺ കാണാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ ട്രബിള്, സ്കാൻ, പോസ് എല്ലാം രണ്ടും ഒന്നിൽ തന്നെയാണ്. അതുപോലെ തന്നെ അടിയിൽ നമുക്ക് ട്യൂൺ ചെയ്യാനുള്ളൊരു ബട്ടണും കാണാം. ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ ബാസിൻ്റെയും പവർ സ്വിച്ച്, സോഴ്സ് ഒക്കെ ഒന്നിൽ തന്നെയാണ്. പിന്നെ അടിയിൽ ട്യൂണിൻ്റെയും കൊടുത്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ 68 വാട്ട്സ് ഔട്ട്പുട്ട് നൽകുന്നൊരു സബ്വൂഫറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ ഒപ്റ്റിക്കൽ കേബിൾ അതുപോലെ തന്നെ ആൻറ്റിനയുടെ ഒക്കെ ഒരു ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ അടിയിലേക്ക് വരാൻ സ്പീക്കറൊക്കെ കണക്ട് ചെയ്യാനുള്ളൊരു ഇൻപുട്ട് കാണാം. ഓപ്ഷനുണ്ട്. പിന്നെ മേളിലോട്ട് വരികയാണെങ്കിൽ SD കാർഡിൻ്റെയും അതുപോലെ തന്നെ USB പോർട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് പിന്നെ ടവർ സ്പീക്കറുകളുടെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ബാക്ക് സൈഡിൽ വേറെ ഒന്നുമില്ല, ഇതിൻ്റെ വയർ മാത്രമേ ഉള്ളൂ. വയർ കൃത്യമായിട്ട് ആ കൊടുത്തിരിക്കുന്ന നമ്പർ വെച്ച് കണക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു കിറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ റിമോട്ട്, ഓക്സിൻ്റെ കേബിള്, അതേപോലെ തന്നെ FM-ൻ്റെ കേബിൾ എല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിൽ നമുക്ക് യൂസർ മാനുവലും കാണാം. റിമോട്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ബട്ടൺസ് ഒക്കെയാണ് സാധാരണ നോർമൽ റിമോട്ടുകളിലൊക്കെ ഉള്ള പോലെ. പിന്നെ ഈക്വലൈസർ, സോഴ്സ്, പിന്നെ അവിടെ വേറെ സ്വിച്ച് ഒന്നും ഇട്ടാണ്, സ്വിച്ചിൻ്റെ ഉള്ളൂ. പിന്നെ അടിയിലേക്ക് വരികയാണെങ്കിൽ LED നമുക്ക് ചേഞ്ച് ചെയ്യാം, ബ്ലൂടൂത്തിൻ്റെ ഈക്വലൈസർ മോഡ്. പിന്നെ അവിടെ സോഴ്സ്, മൂവി, മ്യൂട്ട് അങ്ങനെയുള്ളത്. അടിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സിമ്പിൾ കാണാം. പിന്നെ അതിൻ്റെ ഒപ്പം ബാഡ്ജിങ്ങും കാണാം. അവിടെ വേറെ സ്വിച്ചൊന്നുമില്ല. പിന്നെ അവിടെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ബാറ്ററി ഇടാനുള്ളതും അതുപോലെ തന്നെ ടിപ്സ് കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ടിപ്സ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പേപ്പറിൽ ഇൻസ്റ്റാളേഷൻ നമുക്ക് എങ്ങനെ ഇത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ യൂസർ മാനുവലാണ്. യൂസർ മാനുവലിന് എല്ലാം ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് യൂസർ മാനുവലാണ്. ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും യൂസർ മാനുവൽ ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 2 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീക്കർ ഫിക്സ് ചെയ്യാനുള്ള 2 സ്റ്റാൻഡുകളാണ്. ഇതാണ് ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നത് FM ആൻറ്റിന എന്ന് പറയുന്നത്. കൂടാതെ ഇതിനോടൊപ്പം ഒരു ഓക്സ് കേബിളും അവരെ നൽകിയിട്ടുണ്ട്.
കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഈ സംഭവത്തിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെന്താ ഇതൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു കിട്ടുന്ന വീഡിയോ വരുന്നവരേക്കും കൊറോണയൊക്കെയാണ്.